സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നെടിയിരുപ്പ് GLP സ്കൂളിന് സ്ഥലമേറ്റെടുക്കൽ നടപടി വൈകുന്നു. 3/4 കോടിയോളം രൂപ നാട്ടുകാർ സ്വരൂപിച്ചിട്ടും നഗരസഭ നൽകാമെന്നറിയിച്ച തുക ലഭിക്കാത്തതാണ് പ്രശ്നമെന്ന് സ്കൂൾ വികസന സമിതി ഭാരവാഹികൾ ആരോപിച്ചു. തുക ലഭ്യമാക്കാത്തതിനു കാരണമായി വിവിധ സാങ്കേതിക പ്രശ്നങ്ങളാണ് സെക്രട്ടറി പറയുന്നതെന്ന് ഭാരവാഹികൾ കൊണ്ടോട്ടിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഞങ്ങൾ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ പ്രദേശത്ത് നെടിയിരുപ്പ് ഗവൺമെൻറ് LP സ്കൂൾ വികസന സമിതി അംഗങ്ങളാണ്. ഈ സ്കൂള് കഴിഞ്ഞ 111 വർഷമായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന ഭൗതിക വികസനത്തിനുള്ള യാതൊരുവിധ സഹായവും ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല, വാടക കെട്ടിടത്തിലായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ആ സ്കൂളിൻ്റെ കെട്ടിടവും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ആ വിദ്യാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് 5 വർഷം മുന്നേ നമ്മൾ സ്കൂൾ വികസന സമിതി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയതും ആ സ്കൂളിന് സ്ഥലം സ്വന്തമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ സ്കൂൾ വികസന സമിതി അന്ന് രൂപീകരിച്ചിട്ടുണ്ടായത്. ഈ 5 വർഷം കൊണ്ട് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനാവശ്യമായ തുക സമാഹരിക്കുവാൻ സ്കൂൾ വികസന സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലീഗൽ പേപ്പേഴ്സും, ദാറ്റ് മീൻസ് നമുക്ക് സ്കൂളിൻ്റെ ഈ സ്ഥലം ഏറ്റെടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് എന്തൊക്കെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ അതെല്ലാം നേടിയെടുത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് കൊടുക്കാനെല്ലാം വികസന സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും വളരെ റിമാർക്കബിൾ ആയിട്ടുള്ളൊരു വർക്കാണ് സ്കൂൾ വികസന സമിതി നടത്തിയിട്ടുള്ളത്. കാരണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ, സർക്കാരിൻ്റെ കയ്യിൽ സ്കൂളിൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പരിഹാരം നാട്ടുകാരെല്ലാവരും ചേർന്ന് നടത്തുക എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 25 ലക്ഷം രൂപ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു പദ്ധതിയിലേക്ക് അവർ വിഹിതം വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. 25 ലക്ഷം രൂപ. മൊത്തം 97 ലക്ഷം രൂപയാണ് നമുക്ക് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ തുക. ബാക്കി 72.5 ലക്ഷം രൂപ സ്കൂൾ വികസന സമിതി സംഘടിപ്പിച്ച പൈസ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ഏതാനും മാസങ്ങൾക്ക് മുന്നേ സ്ഥലം മാറി വന്ന പുതിയ മുനിസിപ്പാലിറ്റി സെക്രട്ടറി ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷന് വിഘാതമായ രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് രജിസ്ട്രേഷൻ നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന സമീപനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം പറഞ്ഞു നിയമോപദേശവും തഹസീൽദാരുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ആ 2 ഡോക്യുമെൻറ്റും സ്കൂൾ വികസന സമിതിയുടെയും കൂടിയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അനുകൂലമായ നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ 25 ലക്ഷം രൂപ കൊടുക്കുന്നതിൻ്റെ കൂടുതൽ ഏകദേശം 50 ലക്ഷം രൂപയ്ക്കുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും തഹസീൽദാർ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് 20 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നത്. 15 സെൻറ്റ് സ്ഥലം ഈ പറഞ്ഞ ഭൂമി ഉടമ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഈ 2 ഭൂമിയും മുനിസിപ്പാലിറ്റിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ദേശീയപാതയുടെ തീരത്തുള്ള, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നെടിയിരുപ്പ് GLP സ്കൂൾ ദേശീയപാതയുടെ തൊട്ട് തീരത്തുള്ള ഭൂമിയിലാണ് ഈ സ്കൂൾ നിലനിൽക്കുന്നത്. ഏകദേശം ഒരു 3.5-4 കോടി രൂപയുടെ മാർക്കറ്റ് റേറ്റുള്ള ഒരു ഭൂമിയാണ് ശരിക്കും 25 ലക്ഷം രൂപ മാത്രം മുനിസിപ്പാലിറ്റി കൊടുക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്ക് ആസ്തിയായിട്ട് ലഭിക്കുന്നത്. ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് ഈ ഭൂമി കിട്ടിക്കഴിഞ്ഞാലോ സ്കൂളിൻ്റെ കെട്ടിടത്തിന് ആവശ്യമായ എല്ലാ ഫണ്ടും നമുക്ക് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നല്ല സൗകര്യമുള്ള കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ഹൈടെക് കെട്ടിടം ക്ലാസ് റൂമുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പോൾ നമ്മൾ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാരണം മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു അനാസ്ഥ കാരണം നമുക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ അഭ്യർത്ഥിച്ച് നോക്കി, അപേക്ഷിച്ച് നോക്കി, അവരോട് പല രീതിയിലുള്ള ക്ഷമിച്ചു നിന്ന് ഒരുപാട് കാലം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നു. പിന്നെ പറഞ്ഞു നിയമോപദേശം കിട്ടിക്കഴിഞ്ഞ സമയത്ത് പറഞ്ഞു ജോയിൻറ്റ് ഡയറക്ടറുടെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ജോയിൻറ്റ് ഡയറക്ടർക്ക് അവർ ലെറ്റർ അയച്ചു. അവിടെ നിന്നും നമ്മളും പോയി കണ്ട് സംസാരിച്ചു, ജോയിൻറ്റ് ഡയറക്ടറെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ ലെറ്ററാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പുതിയ കൗൺസിൽ വരട്ടെ എന്ന് പറയും.
ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞത് എന്തിനാണ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു അറിവും കിട്ടുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് വളരെ ഒരു നിസ്സംഗമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെല്ലാവരും നാട്ടുകാരും വളരെയധികം പ്രയാസത്തിലാണ്. 111 വർഷമായി വാടക കെട്ടിടത്തിലാണ് വിദ്യാലയം. ശോച്യാവസ്ഥയിലായ കെട്ടിടത്തിൽ 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്വന്തം സ്ഥലമില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ഇത് പരിഹരിക്കാനാണ് നാട്ടുകാരും രക്ഷിതാക്കളും 2021 സ്കൂൾ വികസന സമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങിയത്. ദേശീയപാതയോരത്തുള്ള സ്കൂളിന് 35 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. 15 സെന്റ് സ്ഥലം ഉടമ സൗജന്യമായി നൽകി. ശേഷിക്കുന്ന 20 സെന്റ് സ്ഥലത്തിന് വില നൽകണം. 25 ലക്ഷം രൂപയാണ് നഗരസഭ നൽകുമെന്ന് അറിയിച്ചിരുന്നത്. ഭരണസമിതി പാസാക്കുകയും ചെയ്തു. ബാക്കി തുക നാട്ടുകാർ സ്വരൂപിച്ച് രജിസ്ട്രേഷനായി കാത്തിരിക്കുമ്പോഴാണ് സാങ്കേതിക തടസ്സം പറയുന്നതെന്നും ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആലോചിക്കേണ്ടി വരുമെന്നും വികസന സമിതി ചെയർമാൻ എം ദിലീപ്, PTA പ്രസിഡന്റ് പി സുരേഷ്, വികസന സമിതി ഉപാധ്യക്ഷരായ മുഹമ്മദ് അലി കോട്ട, ഗീതാബായി, പാണ്ടിക്കാടൻ കുഞ്ഞ എന്നിവർ പറഞ്ഞു. ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അത് പൊതുസമൂഹത്തിനെ അറിയിച്ച് ബാക്കി പ്രത്യക്ഷ സമരമാർഗത്തിലേക്ക് നീങ്ങുകയല്ലാതെ ഇനി ഞങ്ങളുടെ മുമ്പിൽ യാതൊരു മാർഗവും കാണുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം ഇന്ന് വിളിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, എയർ 1.